ഹായ് ഗായസ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോട് ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ളൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ്. ഈ 7 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ്. പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതലുള്ള മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരിമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിനായിട്ടും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് രാവിലെ 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ അനീഷ് ആയിരുന്നു 1ാം പൊസിഷൻ കൈയടക്കി വെച്ചിരുന്നത്. എന്നാൽ അനീഷിനെ അട്ടിമറിച്ചുകൊണ്ട് അനുമോൾ തൻ്റെ 1ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 10,709 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിലേക്ക് അനീഷ് വീണുപോയിരിക്കുകയാണ്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിലാണ് 2ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുന്നത്. ഇപ്പോഴും അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനീഷ്. ഇപ്പോൾ 9,867 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ നൂറയാണ് തുടരുന്നത്. നൂറയ്ക്ക് ഇപ്പോൾ വമ്പിച്ചൊരു വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനീഷുമായി അടുത്തേക്ക് വരുന്ന രീതിയിലൊരു വോട്ടിംഗ് പ്രകടനം. 9,500 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. തരക്കേടില്ലാത്ത ഒരു വോട്ടിംഗ് പ്രകടനമായിട്ടാണ് മുമ്പേറുന്നത്. ഇപ്പോൾ 8,989 വോട്ട് നേടി 4ാം പൊസിഷൻ എന്ന സേഫ് സോണിൽ തന്നെ തുടരുകയാണ് ആര്യൻ. 5ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. അക്ബറിന് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് സംഭവിച്ചെങ്കിൽ കൂടെ ഇതുവരേക്കുള്ള വോട്ടിങ്ങിൽ ഒരു സേഫ് സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 8,023 വോട്ട് നേടി 5ാം പൊസിഷനാണ് ഉള്ളത്. 6ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി നെവിൻ കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. സാബുമാനെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. നേരത്തെ ഡേഞ്ചർ സോണിലായുള്ള 7ാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 7,300 വോട്ടിൻ്റെ ബലത്തിൽ 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 7ാം പൊസിഷനിൽ സാബുമാനാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിലാണ് സാബുമാൻ 7ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരിമണിക്കൂറുകളിൽ അത്ഭുതങ്ങൾ നടക്കാം, മാറി മറിയാം. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കാം. ഇപ്പോൾ 7,201 വോട്ടോട് കൂടി 7ാം പൊസിഷനാണുള്ളത്. താങ്ക്